സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ നമുക്കറിയാം. ഒരുപാട് വർഷങ്ങളായി ഈ റെക്കോർഡ് മോഹൻലാലിന്റെ പേരിലാണ്. മറ്റു നടന്മാരുടെ പ്രതിഫലങ്ങൾ വിജയപരാജയങ്ങളെ ആശ്രയിച്ചിരിക്കുമ്പോൾ മോഹൻലാലിന്റെ പ്രതിഫലം കൂട്ടിയത് ഒരിക്കലും കുറച്ചിട്ടില്ല. 90-കൾക്ക് ശേഷം മോഹൻലാൽ തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ എന്നും മമ്മൂട്ടിയുടെ മുന്നിൽ. എന്നാൽ ഇപ്പോൾ മലയാള സിനിമയുടെ അണിയറയിൽ നിന്നും വരുന്ന പുതിയ വാർത്തകൾ പ്രകാരം മമ്മൂട്ടി വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മോഹൻലാലിനെ പിന്നിലാക്കി എന്നാണ്. 5 കോടി രൂപയാണത്രേ മമ്മൂട്ടി പുതിയ ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്നാണ് കിംവദന്തികൾ. എങ്കിലും ഇതിലൂടെ മമ്മൂട്ടി മോഹൻലാലിനെ പിന്നിലാക്കി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിന് 5.5 കോടി രൂപയായിരുന്നു മോഹൻലാലിന്റെ പ്രതിഫലം. നിലവിൽ ഒരു മലയാള നടന്റെ ഏറ്റവും ഉയർന്ന പ്രതിഫലമാണിത്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോഴും മമ്മൂട്ടിക്ക് സാധിച്ചിട്ടില്ല. പുലിമുരുകൻ, ഒപ്പം മുന്തിരിവള്ളികൾ തുടങ്ങിയ തുടർ വിജയങ്ങൾ മോഹൻലാലിന്റെ പ്രതിഫലം ഉയർത്തിയിരുന്നു. ഇപ്പോൾ 4 കോടി രൂപ മുതൽ 5 കോടി വരെയാണ് മോഹൻലാൽ ഒരു ചിത്രത്തിന് കൈപ്പറ്റുന്ന പ്രതിഫലം. നിലവിൽ 2 കോടി മുതൽ 3 കോടി രൂപ വരെയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം. ഗ്രേറ്റ് ഫാദറിന്റെ വൻ വിജയമാണ് മമ്മൂട്ടി പ്രതിഫലം 5 കോടിയായി ഉയർത്താൻ കാരണം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്. താങ്ക് യു.